ക്ലാസ്സിൽ വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ടൈം നമ്മളൊന്ന് വന്നിരിക്കുന്നത് നമ്മളെന്നൊരു ഗെയിം ഉണ്ടാകുന്നത്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബിൽഡ് എ കാർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് സുഹൃത്തുക്കളെ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു നമ്മൾ ഈ ഗെയിം കളിക്കും എന്നുള്ളത്. ആ ഗെയിമിൽ നമ്മൾ ഷോർട്സ് ഇടുകയും ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് പണിയാം ഗൈസ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ നേരെ സബ്സ്ക്രൈബും ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, നമ്മൾ എന്തായാലും കളിക്കുമെന്ന് ഈ ഗെയിം. ഓക്കെ, അപ്പം ഞാൻ ഉറപ്പായിട്ട് ഞാൻ കളിച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് ഈ കുറച്ച് എൻജിൻസ് കൂടുതൽ മേടിച്ചായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. ഓക്കെ, അതൊന്ന് ക്ഷമിക്കണം. പക്ഷെ നമുക്ക് നല്ല സ്പീഡൊന്നുണ്ട്, പക്ഷേ അത്രയും കിടക്കാൻ പറ്റത്തില്ല ഗൈസ്. 250 രൂപ നമുക്ക് സ്പീഡ് വേണമെങ്കിൽ എൻജിൻ വേണം. സ്പീഡ് ഇത്രയും മതി. നമുക്കിനി പെട്രോൾ ക്യാനാണ് ഗൈസ് നമുക്കിനി വാങ്ങേണ്ടത് ഗൈസ്. ഓക്കെ, നമ്മളിന്ന് കുറച്ച് ലേറ്റായിട്ട് കേട്ടോ നമ്മൾ ഇന്ന് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കുറച്ച് ലാഗും കാണാനൊക്കെ ഉണ്ട്. ലാഗല്ലല്ലോ, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും നമുക്ക് അറിയാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ടയർ ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. നവിലും മിസ്സാത്ത് ഒന്നാ കണ്ടും പേച്ചാത്ത്. അപ്പം നമുക്ക് ബാക്കിൽ ടയർ വെക്കാം. ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്തിരി കഷ്ടം. ഇവിടെ കറക്റ്റ് ഇവിടെ എന്തൊരു കഷ്ടം. ഇതിവിടെ ഇല്ല, ഇവിടെ അതുപോലെ ഇല്ലേ. ഈ ടയർ ഊരുണ്ടായിരുന്നതേ കഷ്ടമായെന്ന് തോന്നുന്നു. ഓക്കെ, സെറ്റായി ഗൈസ്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ച് നോക്കാം. വണ്ടിയോടെ ടയറൊക്കെ പൊക്കി വെച്ചേക്കുക. അതിനൊക്കെ ഒരു ടയർ ഇട്ടില്ല, അതൊന്നും നിങ്ങൾ മറങ്ങണേ. ടയർ ഇടാൻ മറന്നുപോയി. ഓക്കെ, നമ്മളെന്നാ റീസ്പോൺ വെക്കാം. ഇച്ചിരി പൈസ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി പെട്രോൾ ക്യാൻ വാങ്ങാം. സോൾഡ് ഔട്ട്. ഓക്കെ, അതൊക്കെ റെയറാണെന്നാണ് പറയുന്നത്. റേസ് വീലൊക്കെ ഉണ്ട്. എൻജിൻ VS സ്പീഡിന് വേണ്ടി നമുക്ക് പെട്രോൾ ക്യാൻ വാങ്ങണം. അത് നമുക്കൊരു ഹൈ പെട്രോൾ ക്യാൻ ഉണ്ട്, ബിഗ് ഗ്യാസ് ടാങ്ക്. 225 രൂപ ഞാനത് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പൈസ പൊട്ടിക്കുന്നത്, നിങ്ങളെ അറിയണം. കുറച്ച് സ്ലാബ് വാങ്ങാം. സ്ലാബ് എവിടെ? സ്ലാബ് സ്റ്റോക്ക് മൊത്തം വാങ്ങണോ? ഇല്ല, പൈസ കുറവാണ് ഗൈസ്. ഓക്കെ, കുറച്ച് സ്ലാബ് വാങ്ങിയിട്ടുണ്ട്. സ്ലാബ് ഒരു 3 എണ്ണം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അല്ല, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ആ സ്ലാബ് ഇവിടെ വെക്കാം. എവിടെയെന്നറിയാമോ? നമ്മുടെ ഈ പെട്രോൾ ക്യാനിൻ്റെ മേളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വെക്കാം. അവിടെയൊക്കെ വെച്ചാൽ എയറില്ലാത്തായിരിക്കും. ഇവിടെ വെക്കാം. ഓക്കെ, സെറ്റ്. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതെടുത്ത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പം ബ്രൈറ്റ്നസ് കൂടിയതുപോലെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി കാണാൻ എന്ത് പറയുക, ഒരു വീലില്ലേ ഈ വണ്ടിക്ക്. ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഈ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഒരു ടയർ ഇവിടെ കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്കൊന്ന് റൈഡിന് പോവാം. വണ്ടിക്ക് ഒരു ടയറും കൂടെ വേണം. ഒരു മധുരക്കിനാവേനുള്ള ഹരി. നിങ്ങളതിൽ ഒറ്റ പാട്ടുകളാണ്. നമുക്ക് മധുര നമുക്കിത് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം.
സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിത് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൊത്തം നമുക്ക് 94 രൂപ കിട്ടിയിട്ടൊക്കെയാണ്. 94 രൂപ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അയ്യോ നോ ഡ്രൈവ്, എനിക്ക് ഡ്രൈവ് വേണ്ട, മതി. നമ്മൾ പൈസ കിട്ടി 108 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു വീല് വാങ്ങാം. എന്നിട്ട് ആ വീല് ഇവിടെ കൊണ്ട് വെക്കാം ഗൈസ്. ഇവിടെ പണിയണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടി പോകുമ്പോൾ വീല് ഇവിടെ വെച്ചിട്ട് പോകേണ്ട വരും. ഓക്കെ, നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ലാബും കൂടെ വേണം. നിങ്ങളെ പൈസ ഉണ്ടോ? ഉണ്ട് ഗൈസ്, നിങ്ങളെ പൈസയൊക്കെ നമ്മുടെ ഉണ്ട്. ഉണ്ടോ? നമ്മൾ റിച്ച് അല്ലേ, റിച്ച്. അത്യാവശ്യം ദാരിദ്ര്യം ഉണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ഒന്നും കൂടെ ഓടിക്കാൻ പോയിട്ട് നമുക്ക് നമ്മളെ വണ്ടി പവർ വണ്ടിയാ, പറക്കും ഇപ്പം എൻ്റെ വണ്ടി. ഇനി ഈ വണ്ടി ഇവിടെ കേട്ടിട്ടുണ്ടേ, ഇവിടെ കയറ്റുമ്പോൾ ഇച്ചിരി സീനായി വണ്ടി. ഫ്യൂവല് തീർന്ന് ഗൈസ്. എന്നുവെച്ചാൽ ഇന്നലെ ഷോർട്സിനകത്ത് പറഞ്ഞാൽ നമ്മൾ കളിക്കും. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വന്നോ? വന്ന് അപ്പുറത്തൊക്കെ ഉണ്ട്, അങ്ങ് അറ്റത്തൊക്കെ ഉണ്ട്. അവരെന്നെ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ആ ഗ്യാസ് ടാങ്ക് എത്ര പറയുന്നത് നോക്കാം. സോളിഡ് ഔട്ട് തീർന്നു ഗൈസ്, അതിൻ്റെ സ്റ്റോക്ക്. നമുക്ക് 115 രൂപയ്ക്ക് നമുക്കിപ്പോൾ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നമുക്ക് ഫ്യൂവൽ ടാങ്ക് വേണം ഗൈസ്, അപ്പം അതിന് വേണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റീസെറ്റ് എടുത്ത് ഒന്നും കൂടെ ഇത് പണിയണം. നമുക്ക് ഇതിനെ വണ്ടികളൊന്നും കയറ്റണ്ട, എവിടെയെങ്കിലും ഇടിച്ചു വിട്ടാൽ അറിയത്തില്ല. നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ജസ്റ്റ് വെയിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളെ വണ്ടി സൈഡിലോട്ട് ചരിയുന്നുണ്ട്. വണ്ടി നിന്ന് ഹായ് കിട്ടി. ഇതിന് 225 രൂപ. ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ റൈഡ് പോയിട്ട് വരാം. നമുക്ക് ഈ എൻജിനൊന്ന് എടുത്ത് മാറ്റിയിട്ട് എൻജിന് വേണ്ടി തന്നെ ഒരു സ്പേസ് പണിയണം. എന്നിട്ട് അവിടെ നമുക്ക് വലിയ വലിയ എൻജിൻസൊക്കെ സെറ്റ് ചെയ്യാം ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ റീസ്പോൺ ആവാം. അപ്പോൾ സോളിലോട്ട് വന്ന് കാണും. എത്ര മിനിറ്റ് എടുക്കും ഇത്? ഓക്കെ, റീസ്റ്റോക്ക് ചെയ്യാൻ ഇനി ഒരു കുറച്ച് മിനിറ്റ് കിടക്കും. 650 രൂപയ്ക്ക് എഫക്റ്റ് ഗ്യാസ് ടാങ്ക് റെയർ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളെ മറ്റേത് എത്ര? ഇത് അൺകോമൺ ആണ്. നമുക്കിനി എപ്പിക്ക് വേണം. എപ്പിക്കിന് 2300 രൂപ. അതിന് സമയം വരും. അതുവരെ നമുക്ക് മറ്റേ ടാങ്ക് മേടിക്കാം. അതായിരുന്നു ഈ ടാങ്ക് ഇപ്പോൾ വരും. വാങ്ങി അങ്ങനെ ഞാനത് വാങ്ങിയിട്ടുണ്ട്. നമുക്കതിവിടെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു വട്ടം കൊണ്ട് റൈഡിന് പോവാം. ഇപ്പോൾ വണ്ടിയുടെ വെയിറ്റ് കറക്റ്റായി കണ്ട. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് കറക്റ്റായി. ഫ്യൂവലും കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഗെയിംസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അയ്യോ കിടക്കണം. യെസ് ഗൈസ്, നമ്മളത് കടന്നിരിക്കുന്നു. ഇതും കൂടെ കിടക്കണം. 147 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ വണ്ടി മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാം. ടയറൊന്നും വേണ്ട. ഞാൻ പിക്ക് അപ്പ്. നമുക്ക് എല്ലാം കൂടെ പിക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ? ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം കൂടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കൊള്ളത്തില്ലടേ. ഇത് കൊള്ളാം, സെറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു സ്ലാബ് വെക്കാം. ഇവിടെ നിന്ന് സ്ലാബ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ? സെറ്റ്. ഇവിടെ വെക്കാനല്ലേ സ്ലാബ്? ഇവിടെ വെക്കാനേ ഞാൻ പറഞ്ഞേ.
വെക്കാനാ പറഞ്ഞത്. ഇവിടെ ഇവിടെ അളിയാ ഞാൻ ഇവിടെ വെക്കാനല്ലേ പറഞ്ഞത്. ആ അത് ഞാൻ ഇവിടെ വെക്കാനല്ലേ പറഞ്ഞത്. ഓക്കെ സെറ്റ്. ഇവിടെ ഓക്കെ സ്ലാബ് കറക്റ്റായിട്ടാ. സ്ലാബ് കറക്റ്റായി. ഓക്കെ നമുക്ക് ഡ്രൈവർ സീറ്റ് അടിച്ചാൽ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചാലോ? വേണ്ട, നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നാണ് നമ്മൾ ഓട്ടിക്കാൻ. കേട്ടാ, നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നാണ് ഓട്ടിക്കാൻ. സീറ്റ് സെറ്റായില്ല, സീറ്റ് സെറ്റായില്ല, അത് ചതിയായിട്ട്. വേണ്ട, സീറ്റ് സെറ്റായി. നമുക്ക് ഏറ്റവും ബാക്കിലാണ് നമ്മുടെ ഗൈസ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ വെക്കേണ്ടത്. ഏറ്റവും ബാക്കിൽ ഗൈസ് സുഹൃത്തുക്കളെ, അതാണ് നമ്മൾ എൻജിൻസ് വെക്കാൻ പോവുകയാണ്. ഒരു എൻജിൻ തൽക്കാലത്തിന് നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്യൂൽ ക്യാൻ വെക്കാം. അത് കൊള്ളാമായിരുന്നു. എല്ലാം ഉണ്ട്, ടയർ മാത്രമില്ല. അത്രേ ഉള്ളായിരുന്നു. ബാക്കി അടിച്ച് തിറ്റൊക്കെ ഉണ്ട്. സെറ്റ് 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 സെറ്റ്. നീ രണ്ടെണ്ണം കൂടെ ഉണ്ടോ? നടക്ക് വെക്കാം. സെറ്റ് സെറ്റ്. ഓക്കെ, നമുക്കൊരു ബ്ലോക്കും കൂടെ ഉണ്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ കാല് വെക്കാൻ വേണ്ടി. ആത്തി അമ്മലം മിട്ട ആട്ടോ അമ്മലം മിട്ട അതിവിടെ വെക്കാം. നല്ല ആവശ്യം വന്നാലോ കുണു മനാലി. നമുക്കിങ്ങനെ ഓടിച്ചാലും മതി ഗൈസ്. ഇതെങ്ങനെയുണ്ട്? അയ്യോ, ഇവിടെ ഞാൻ ടയർ ഇടാൻ മറന്നുപോയോ? ആരൊക്കെ വീട്ടിൽ ചെന്ന് കയറി. ആരൊക്കെ വീട്ടിൽ ഞാൻ പോയി കേട്ടാ. പക്ഷെ അപ്പം ഞാൻ എനിക്ക് ടയർ വെച്ച് ശരിയായില്ല, അതാണ് സംഭവം. ഓക്കെ സെറ്റ്. നമുക്ക് അപ്പുറത്തവരുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം ഗൈസ്. നമുക്ക് അപ്പുറത്തവരുടെ വീട്ടിൽ പോയിട്ട് നോക്കാം. ഒരാളും കൂടെ എടുത്തടേ. പോട്ടെ, പോണ പോട്ടെ പോട്ടെ. അണ്ണന് വണ്ടി ഓടിക്കാറില്ല, ഞാൻ പോവാ. എൻ്റെ വണ്ടി പോട്ടെ. എങ്ങനെ മെല്ലെ ആട്ടോ എന്നാട്ടോ. അയ്യോ, വണ്ടിക്ക് സ്റ്റിയറിംഗ് ഇല്ല സുഹൃത്തുക്കളെ. നമ്മുടെ ഈ വണ്ടിക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ആ സാധനം ഈ വണ്ടിക്ക് ലഭ്യമല്ല. നമ്മുടെ വണ്ടിക്ക് എന്തോ തകരാറ് പറ്റി. പക്ഷെ എന്തുവാന്ന് അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ബ്ലോക്ക് വാങ്ങാം. അപ്പം നമുക്ക് കുറച്ച് ബ്ലോക്ക് വാങ്ങാം. 2 ബ്ലോക്ക് വാങ്ങിയിട്ട് ഈ ബ്ലോക്ക് ഇവിടെ വെക്കുക. കറക്റ്റ്. അവിടെ എൻ്റെ ഉണ്ട് സീറ്റ് ഇവിടെ വെക്കാം. അത് മതി. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്രയും ഭാഗം വലിയ ലോറി പോലെ പെട്രോൾ ടാങ്ക് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ദൂരം പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് വണ്ടി തിരിക്കാൻ പറ്റുന്നില്ല. അതാണ് വിഷയം, വണ്ടി തിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വണ്ടിക്ക് ബ്രേക്കില്ല, എന്താ വണ്ടി ഇടിച്ചിരിക്കുന്ന. പക്ഷെ നമുക്ക് ഈ പൈസ കൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്യാസ് ടാങ്ക് വാങ്ങാം. സ്റ്റോക്ക് 2 ഞാൻ വാങ്ങാം. ഗ്യാസ് ടാങ്ക് സ്ലാബ് കോമൺ ഇത് 225. അത് ഞാനങ്ങ് വാങ്ങി. എൻജിൻ്റെ കണ്ടല്ലൊന്നും നോക്കണ്ട, എൻജിൻ പൊട്ടിത്തെറിയും. പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, പണിപ്പട്ടിയെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. അതിൻ്റെ മണ്ട ഞാൻ വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫോണിന് എന്താ പറ്റി? എനിക്ക് അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ സെറ്റ്. നമുക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനിയും വരാം.
വളീൻ്റെ വണ്ടിയിലൊക്കെ പോകാൻ നോക്ക്. എൻ്റെ വണ്ടി പറക്കുക, ഭയങ്കര പറപ്പില്ല. എൻ്റെ വണ്ടീൻ്റെ മുന്നിൽ ക്ലച്ച് കിട്ടുന്നില്ലടേ. ഒരു കാര്യം ചെയ്യാം, നമുക്കിതൊക്കെ എടുത്ത് അങ്ങ് മാറ്റാം. എന്നിട്ട് ഈ എൻജിനും അങ്ങ് മാറ്റാം. ഈ എൻജിനൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെക്കാം. എൻ്റെ ഈ ഗെയിം എന്തോ പറ്റിയത് തകരാറുണ്ട്. ഓക്കെ ഗൈസ് അപ്പം ഞാൻ ഒരു ബസ് സിമുലേറ്റർ ഇന്ത്യ കളിച്ചായിരുന്നു. അത് എൻ്റെ മൾട്ടിപ്ലെയർ ആയിട്ട്. അത് ഞാൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണുക, നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. 8 മിനിറ്റ് കളിച്ചുള്ളൂ കേട്ടോ. കാരണം 8 മിനിറ്റ് ഒന്നുമല്ല ഞാൻ കളിച്ചത്. 8 മിനിറ്റ് ഒന്നുമല്ല ഞാൻ കളിച്ചത്, പക്ഷേ സമയം ഇച്ചിരി കിട്ടിയുള്ളൂ ഗൈസ്. അതാണ് കുഴപ്പം പറ്റിയത്. ഇച്ചിരി ബ്ലോക്ക് ഇവിടെ വെക്കാം. നമുക്ക് ബ്ലോക്ക് വാങ്ങാനുള്ള പൈസ ഇല്ല ഗൈസ്. കുറച്ച് വിരുന്നുകാർ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുന്നത്. അപ്പം ഞാൻ വിരുന്നുകാർ വന്നുകൊണ്ടാണ് അവരുടെ കൂടെ, നാസറിൻ്റെ കൂടെ ഞാൻ കളിച്ചത് ഗെയിം. അപ്പം നമ്മുടെ വണ്ടി തിരിയുക. അപ്പോൾ പവറായി നമ്മുടെ വണ്ടി. ബാക്ക് എടുക്കട്ടെ. ഇതെന്തൊരു കഷ്ടം. ഇവൻ്റെയൊക്കെ നോക്കണേ, ഈ കിട്ടില്ല സാധനങ്ങളാണ് ഇവൻ്റെ വണ്ടി ഇരിക്കുന്നത്. നമുക്ക് ആ എൻജിൻ വാങ്ങണം. അതിന് എത്ര രൂപയാ? 2 ഗ്യാസ് കുറ്റിയും പോയി. ഒരു എൻജിൻ വാങ്ങാം. പേടിക്കുന്നോളോ നമുക്ക് ട്രിപ്പ് പോവാം. വണ്ടിക്ക് സ്പീഡ് കൂടി. കൈ നിൽക്കുന്നില്ല. നമ്മുടെ വണ്ടി കൈ നിൽക്കുന്നില്ല. സ്പീഡ് കൂടാൻ ചെയ്ത് വിൽക്കാൻ ഇച്ചിരി സ്പീഡ് കൂടി. വണ്ടി ഇപ്പം അപ്പുറത്തെ വെള്ളത്തിൽ പോകുന്ന തോന്നുന്നത്. നീ എവിടെയാണേ പോന്നേ? അയ്യോ, സ്റ്റാബ്ലിങ് വണ്ടി സ്റ്റാബിൾ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ലേ. ഞാൻ ബാക്കായി. നമ്മുടെ വണ്ടി അതേപോലെ മതി. ഇതേപോലെ പണിഞ്ഞിട്ട് ബാക്കിൽ 2 ബ്ലോക്കും വെച്ചിട്ട് വണ്ടിയുടെ ഹൈറ്റ് ഇച്ചിരി കൂട്ടാം. ഹൈറ്റ് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ എപ്പിക്ക് റോക്കറ്റിൻ്റെ അത് വാങ്ങാം. അതുവരെ നമുക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കാം. അപ്പുറത്തെ വണ്ടി എൻ്റെക്കാളും സ്പീഡ് കുറവാണ്. എൻ്റെ വണ്ടിയൊക്കെ ഈ സ്ഥലത്തൊക്കെ പറക്കുമായിരുന്നു. പറക്കണ്ടായിരുന്നു. ഇത് നമുക്ക് റോക്കറ്റ് പോയിച്ചിട്ടുണ്ട്. അത് റയറ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.